മുഹമ്മദ് അസ്ലം കൂടി എന്നോടൊപ്പം ഉണ്ട്. അസ്ലം, ഇപ്പോൾ ഈ PV അൻവർ വരുന്നതിന് പിന്നാലെ കൂടിയാണ് ഒരു മലയോര ജാഥ നടത്താൻ UDF തീരുമാനിക്കുന്നത്. അതിൽ വന നിയമ ഭേദഗതി പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്താനും അവർ പദ്ധതിയിടുകയും ചെയ്യുന്നു. ഇത് എന്തുമാത്രം നിർണായകമായ ഒരു സ്റ്റെപ്പാകും എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്? PV അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ UDF സംബന്ധിച്ചോളം പരിഗണിക്കേണ്ടത് എന്ന് അവർ കരുതുന്ന പ്രധാനപ്പെട്ട വിഷയം മലയോര മേഖലയിലെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്തായി PV അൻവർ അറസ്റ്റിലാവുന്നതും അതുമാത്രമല്ല അതിന് വലിയ തോതിലുള്ള ജനശ്രദ്ധ കിട്ടുന്നതും മാത്രമല്ല അതിന് മുമ്പേ ഉണ്ടായ എല്ലാ സംഭവവികാസങ്ങളൊക്കെ തന്നെയും വനമേഖലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന, മലയോര കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രശ്നം മാത്രമല്ല ഈ ഒരു വന്യമൃഗങ്ങൾക്ക് എതിരായ ഒരു വികാരം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ട് കടന്നുകൊണ്ട് കുറച്ചുകൂടി അധികാരങ്ങൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ട് വലിയൊരു പീഡനത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്ക ആ മേഖലയിൽ നിൽക്കുന്നു. ഈ ആശങ്കയെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ UDF കരുതുന്നത്. അൻവറിനെ സമയത്തുള്ള അൻവറിനെ മുന്നിൽ എടുക്കുന്ന കാര്യത്തിൽ UDF-ൽ വളരെ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അൻവറിനെ എടുക്കേണ്ടതില്ല എന്ന് കൃത്യമായ നിലപാടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയുണ്ട്. അതേസമയം ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അൻവർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യം വനമേഖലയിലെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വനഭേദഗതി നിയമത്തിനെതിരായ നീക്കങ്ങൾ എന്ന് പറയുന്നത് അത് തീർച്ചയായും UDF വളരെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖല, പ്രത്യേകിച്ച് മലബാറിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. സ്വാഭാവികമായി അത്തരം തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു യാത്രകൾ നടത്താറുള്ളത് പതിവാണ് പ്രതിപക്ഷ നേതാക്കൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അങ്ങനെയുള്ളൊരു പൊതുവായൊരു രാഷ്ട്രീയ ജാഥ എന്ന് പറയുന്നത് ഇപ്പോൾ UDF ആലോചിക്കുന്നില്ല. പകരം ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന നിർണായകമായ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആലോചനയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ യാത്ര എന്നാണ് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത്. ഷിജോ, തിരുവനന്തപുരത്ത് UDF നേതാക്കളുമായിട്ടും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അൻവർ പരമാവധി ശ്രമിച്ച് നടക്കാത്തത് കൊണ്ട് മടങ്ങിപ്പോകുന്നു എന്ന് പറയാമോ? നിഷാദ്, അങ്ങനെ തന്നെ പറയണം. കാരണം ഇന്ന് രാത്രിയാണ് PV അൻവർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുക എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുന്നു, അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെയൊക്കെ കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇന്നെങ്കിലും കോൺഗ്രസ് നേതാക്കളെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നത്. എന്നാൽ അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി PV അൻവർ നിലമ്പൂരിലേക്ക്, മലപ്പുറത്തേക്ക് മടങ്ങിയിട്ടുള്ളത്. രാവിലെ 2:30 മടങ്ങി എന്നുള്ളതാണ് അൻവറുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് അൻവർ തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ കോൺഗ്രസ് നേതാക്കളെയും UDF നേതാക്കളെയും ഇന്നിപ്പോൾ കാണണമെന്ന് PV അൻവർ ആഗ്രഹിച്ചിരുന്നു. VD സതീശനെയും KPC പ്രസിഡന്റ് KS സുധാകരനെയും അടക്കമുള്ളവരെ നേരിൽ കണ്ടുകൊണ്ട് തൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം PV അൻവറിനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അൻവർ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയും തുടർന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ അൻവർ രാത്രി 2:30 ഇവിടുന്ന് തിരികെ മടങ്ങുകയായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് ചില ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC പ്രസിഡന്റും അടക്കമുള്ളവർ ഡൽഹിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവർ തിരികെ വരുമ്പോൾ ഇവിടെ വന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വന്ന് അവരെ വന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ വിചാരിച്ചിരിക്കുന്നത്. അതിൽ നേരിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ അൻവറിന് മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഇപ്പോൾ രാത്രി തന്നെ ഇവിടുന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഘടകകക്ഷി UDF ഘടകകക്ഷി നേതാക്കളെയും കാണണമെന്ന് അൻവർ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അതും നടക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് രാത്രിയോ തന്നെ അൻവർ മലപ്പുറത്തേക്ക് മടങ്ങാനുള്ള തീരുമാനമെടുത്തത്. ഇന്ന് രാത്രിയോടുകൂടി മാത്രമാണ് അൻവർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുക എന്ന് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ തുടരുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഷിജോ, ഈ കാര്യത്തിൽ PV അൻവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഘട്ടത്തിൽ UDF-ന്റെ മിക്ക പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ ഉയർന്നു വന്നല്ലോ. അന്നും പക്ഷേ ഘടകകക്ഷി നേതാക്കൾ പലരും തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തെ അടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ചെറുകക്ഷികൾ, അവരുടെ നിലപാടിൽ മാറ്റമുണ്ടോ? അതോ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും തിടുക്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആ കക്ഷികളും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉറച്ചു തന്നെ നിൽക്കുകയാണോ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷവും? ഷിജോ, നിഷാദ്, അങ്ങനെ തന്നെയാണ്. അതായത് ഘടകകക്ഷികൾ മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ട്. UDF-ഉം കോൺഗ്രസും മുന്നണി ഒറ്റക്കെട്ടായിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. കോൺഗ്രസ് ഒറ്റയ്ക്ക് അങ്ങ് വിചാരിച്ച് അൻവറിനെ മുന്നണിയിലേക്ക് അങ്ങ് കൊണ്ടുവരാം എന്ന് ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അൻവറിന് മുമ്പിൽ വാതിൽ തുറക്കുകയോ കൊട്ടി അടയ്ക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ്
ഇപ്പോൾ കോൺഗ്രസും UDF ഉള്ളത്. ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇതിനകത്ത് DFO ഓഫീസ് അടിച്ചു തകർത്തത് മാത്രമല്ല തിരിച്ച് മുന്നണിയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണേണ്ടത് എന്നുള്ള അഭിപ്രായം പറഞ്ഞ ഘടകകക്ഷി നേതാക്കൾ പലരുമുണ്ട്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവരുണ്ട്. അങ്ങനെ ഇപ്പോൾ P ശശിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ഒക്കെ അവരെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് വന്നാൽ ഉടൻ സ്വീകരിക്കാമെന്നുള്ള നിലപാട് UDF ഘടകകക്ഷികളും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അൻവറിന് മുമ്പിൽ വാതിൽ തുറന്നിട്ടില്ല, പക്ഷേ അടച്ചിട്ടുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം മതി ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വവും UDF-ഉം ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് അൻവർ ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടരുമെന്ന് പറഞ്ഞ അൻവർ നേതാക്കളെ ആരെയും തന്നെ കാണാൻ കഴിയാതെ ഇവിടുന്ന് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്.